അമ്പലത്തിലേക്ക് പോലായി. അമ്പലത്തിൽ നിന്ന് ഇനി നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. മൂകാംബിക അമ്പലത്തിൽ പോയി നമ്മൾ നേരെ മുരുടേശ്വരത്തേക്കാണ് പോകുന്നത്. അതിനുള്ള യാത്രയിലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല ഇതുവരെ. ചിപ്സൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ മുരുടേശ്വരം പോകാനുള്ള വഴി. നമ്മളിപ്പോൾ മുരുടേശ്വരത്തെത്തി. ബൈന്ദൂരേക്ക് ബസ്സിന് വന്നിട്ട് അവിടുന്ന് വേറൊരു ബസ് കയറിയിട്ടാണ് നമ്മൾ മുരുടേശ്വരത്തെത്തിയത്. അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഭയങ്കര തിരക്കായിരുന്നു. കുറേ കന്നഡക്കാരൊക്കെ ഒരു ഭയങ്കര തിരക്കായിരുന്നു. എന്നിട്ട് തന്നെയായിരുന്നു 2 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം മുരുടേശ്വർ ബസ് ഇറങ്ങിയിട്ട് അമ്പലത്തിലേക്ക് നടക്കുകയായിരുന്നു. കുളം വാ, സൂപ്പറായിട്ടുണ്ടല്ലോ. മുരുടേശ്വര അമ്പലത്തിലെത്തി. അല്ല മനസ്സിലായി. ശിവനെ കാണുന്നതാ. ശിവന്റെ സ്റ്റാച്ചു കാണുന്നതാ. അമ്പലത്തിൻ്റെ തൊട്ടിപ്പുറത്തുള്ള തോണിയൊക്കെ വെക്കുന്ന സ്ഥലമായിരുന്നത്. ഇത് ഫിഷിങ്ങിൻ്റെ സാമഗ്രികളും ബോട്ടും ഒക്കെ വെക്കുന്ന ബീച്ച് സൈഡ് അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ്. അതുകൊണ്ട് നമ്മൾ അടുത്തൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ പൊന്നൂസിനേൽ തോണിയിൽ കയറണം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അതിലേ പോയി അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പൊന്നൂസ് തോണി കണ്ടിരിത്തരെ. തോണി കയറിയിരിക്കാൻ അപ്പം മുരുടേശ്വര അമ്പലത്തിൻ്റെ അടുത്തല്ലേ ബീച്ച് അല്ലേ? ഫുള്ള് തോണി. നോക്കി എല്ലാം കുളിക്കുന്നുണ്ട്. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ ശിവൻ്റെ പ്രതിമ തന്നെയാണ്. അത് എത്ര ദൂരത്തുനിന്നേ കാണുന്നുണ്ട്. ഏറ്റവും വലുതാണത്. നല്ല രസമുണ്ട്. അത് പെട്ടെന്നൊരു അട്രാക്ഷൻ കിട്ടുന്നുണ്ട്. കടലിൻ്റെ നടുക്ക് കുറേ പാറക്കഷ്ണങ്ങളും കാണുന്നുണ്ടല്ലോ അല്ലേ? അതാണ് ഒരു ദ്വീപ് പോലെ. അങ്ങ് അപ്പുറത്ത് പാറയാ. എത്രയും വലുതാ, വലിയതല്ലേ? ഇതാണ് മുരുടേശ്വർ ടെമ്പിൾ. വാവ്, സൂപ്പർ, അടിപൊളി. നല്ല ക്യൂ ആയിരുന്നു അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക്. പൊന്നൂസൊക്കെ ശ്വാസം മുട്ടിപ്പോയി. ശ്വാസം കിട്ടാതെ കുറേ ഇതായി ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അത്രയ്ക്ക് നല്ല ക്യൂ ഒക്കെ നിന്ന് അങ്ങനെയാണ് ദർശനം കിട്ടിയത്. ദർശനമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് വെച്ച് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അമ്പലത്തിനുള്ളിലുള്ള കുറേ സ്റ്റാച്ചു ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും കാണാൻ വേണ്ടി നല്ല ഗ്ലാസിൻ്റെ കൂട്ടിനകത്താക്കി വെച്ചിട്ടുണ്ട്.
എങ്ങനെയാണ്? നന്ദി നന്ദി നന്ദി. ഇതൊരു ചാരിയറ്റ് ഉണ്ടല്ലോ. അമ്മ നോക്കി. ഇതില്ലേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശിവപ്രതിമയാണ്. വാ നമുക്കതിൻ്റെ മുകളിൽ പോകാലോ. ചെരുപ്പെടുത്തിട്ടാ പോലെ. ശിവപ്രതിമയുടെ താഴെ നിന്നുള്ള ഒരു വ്യൂ. കടലിലല്ലേ ഈ അമ്പലമില്ല ശരിക്കും. ശിവന്റെ കഴുത്തിലെ പാമ്പിന്റെ ബാക്കി വാലല്ലേ, വാലിൽ പൊന്നോച്ചിരുന്നു. പൊന്നസേ എന്തെല്ലോ ഉണ്ട് ഗൈസ്. താഴെ ഇതാ നോക്കുമ്പോൾ നന്ദിയെ കാണിച്ചു തരാം. നല്ല വലിയൊരു സ്റ്റാച്ചു നന്ദിയുടെ. കാണാൻ നല്ല ഭംഗിയുണ്ട്. തൊടാനൊന്നും പറ്റൂല കേട്ടോ. അത് ആ മതിൽക്കെട്ടിനുള്ളിലുള്ളത്. മുരുടേശ്വരവും കണ്ടു. തളർന്നു, ഭയങ്കര ടയേർഡായി. ഇനി നാട്ടിലേക്കുള്ള ട്രെയിൻ പിടിക്കണം. ശിവപ്രതിമയുടെ അടിയിലായിട്ടാണ് ടെമ്പിള്. ഓക്കെ, ബൈ ബൈ.